ലീല വന്നു. മൈത്രിയുടെ കോളേജ് മേറ്റ്. നമ്മുടെ റൂൾസ് അറിയില്ലേ? നമ്മുടെ അനിയത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അനിയത്തിമാരും. അതെ, പക്ഷെ നമ്മുടെ അനിയത്തിമാരുടെ ഫ്രണ്ട്സ് നമ്മുടെ അനിയത്തിമാരല്ല. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റൂൾസ് മാറ്റാവുന്നേ ഉള്ളൂ. താങ്ക് യു അളിയ. ടക്കെന്ന് മൂടിക്കളഞ്ഞു. സോറി, ബാത്റൂം യൂസ് ചെയ്യാനായിരുന്നു. മൈത്രി ഇത് അവളുടെ റൂമാന്നാ പറഞ്ഞേ. അങ്ങനെ 1/2 മണിക്കൂർ നേരം ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ തന്നെ നിന്നു. അവൾ എന്നെ കണ്ടതിൽ കുഴപ്പമുണ്ടോ എന്ന് ഞാൻ നോക്കി. സ്റ്റൈലൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സ്വല്പം വയറ് ചാടിയിരുന്നു. ഇതെന്റെ ഫ്രണ്ട് ലീല. ഹായ്. മറ്റുള്ളവരെയൊക്കെ അറിയാലോ നിനക്ക്? ഹായ് ഹായ് ഹായ്. ലീല ഇതെന്റെ ചേട്ടനാ. അല്പം മുമ്പ് ഞങ്ങൾ മീറ്റ് ചെയ്തേ ഉള്ളൂ. അമ്മ എനിക്ക് പ്ലേറ്റ് ചെയ്യാം. ബജി എടുക്ക്. പാലെടുത്തോണ്ട് വരട്ടെ? പാലോ? അതെടാ പാല്. അതെ, ബജി കഴിക്കുന്നോ? ഡിഗ്രി എടുത്തതിന് അവസാനം ഒരു ബജി കിട്ടി. അളിയ, മൈത്രിയുടെ ഫ്രണ്ട്സിനെയൊക്കെ അറിയാലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവളെന്നെ വഹിച്ചു കളഞ്ഞളിയ. ഈ ഷർട്ട് കോളറിന്റെയും തലമുടിയുടെ ഇടയിലുള്ള ഈ സ്ഥലം ചുട്ടു പൊള്ളുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട്. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ബൈ. എങ്ങനെ ആ പെണ്ണിന്റെ മാറ്റർ ഇവളെടുത്ത് ഓപ്പൺ ചെയ്യുന്നത്? എന്താടാ, കൊള്ളാല്ലേ? ആരെ പറ്റി? അവളെ നീ ശരിക്കും കണ്ടോ ഇല്ലയോ? ആരെ? എടാ, അഭിനയിക്കാതെ. ലീലേ, isn't she beautiful? ഒരു സത്യം പറയട്ടെ, എന്താടി അവളെ ഇത്രയും നാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാഞ്ഞത്? എന്റെ കൺവെട്ടത്ത് കാണിച്ചില്ലല്ലോ. ഷീസ് ബ്യൂട്ടിഫുൾ, പക്ഷെ നിനക്കത് മനസ്സിലാവില്ല. ലീല ഇതാണ്, ലീല അതാണെന്നൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ ഇത്ര സുന്ദരിയാണെന്ന് ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ലല്ലോ. 3 വർഷം വെറുതെ ആയിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, 2 വർഷം മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. അത് വേസ്റ്റ് ആയില്ലേ? കോൺസെൻട്രേഷൻ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാടാ. അല്ലെങ്കിൽ 2 ഇയേഴ്സ് ഉണ്ട്. അവളെ ഫൈനൽ ഇയറിൽ നീ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ അരിയറ ഇല്ലാതെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പാസ്സായി പോയനെ. ജൂണിൽ കംപ്ലീറ്റ് ചെയ്തന ഡിഗ്രി. She's inspiring to you. She can't be a disturbance. She's Leela Joseph from Alapi, Kalavur. വെറുതെ പറഞ്ഞതാടാ. അവള് ലീല രാമൻ ഫ്രം കോലാപൂർ, മഹാരാഷ്ട്ര. ഓ, ഹിന്ദി? അച്ഛൻ മലയാളി, അമ്മ മഹാരാഷ്ട്ര. അമ്മ അന്നേ പറഞ്ഞു ഹിന്ദി എടറാന്ന്. ഞാനായിട്ട് അത് വേണ്ടാന്ന് വെച്ചത്. ഉടനെ വണ്ടിക്കറി അങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കണ്ട. അവൾ അവിടെ ഇല്ല, ഇവിടെ ഉള്ളത്. ഞങ്ങൾ 2 പേരും ചേർന്നാ ആ കോഴ്സ് ചെയ്യാൻ പോകുന്നത്, ഒരു ഡയറക്ടറിന്റെ കീഴിൽ. ആൻഡ് നാളെ മുതൽ അവൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ നാളെ അവളുടെ അച്ഛൻ ഇങ്ങോട്ട് വരും ടു ചെക്ക് ഇഫ് ഷീ ഈസ് ഓക്കെ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അവളുടെ പേര് ലീല. അവൾ എന്റെ കൂടെ പഠിക്കാൻ പോകുന്നേ. നാളെ മുതൽ അവൾ നമ്മുടെ വീട്ടിലാ ഉണ്ടാവുക എന്നാ പറഞ്ഞേ. ലൈഫിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നീ എൻ്റെ ജീവിതത്തിൽ വന്നത് അങ്ങനെയായിരിക്കും. മോനെ, ആ
കാരണമല്ലേ നിനക്ക് ഇവിടെ കിടക്കേണ്ടി വന്നത്. ബെസ്റ്റ് മൊമെന്റ്സ് ഇൻ ലൈഫ് അളിയ. ഡേ നൈറ്റ് അല്ല, ഡെയിലി 7 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഒരു ഡെയിലി റുട്ടീൻ പോലെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓപ്പോസിറ്റില് TV, അത് ചുമ്മാ ഓൺ ചെയ്ത് വെച്ചിരിക്കും. സംസാരിക്കുന്ന കേട്ടില്ലേ? ശ്രദ്ധിക്കടാ. ഞാൻ കാരണമല്ലേ നിനക്ക് ഇവിടെ കിടക്കേണ്ടി വന്നത്. ചേ 5 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. രാവിലെ അച്ഛൻ വന്ന് വിളിച്ചുണർത്തും, പിന്നെ 2 മണിക്കൂർ അച്ഛൻ്റെ മുറി കിടന്നുറങ്ങും. ഗേൾസ് അല്ലേ, അവർക്കും കുറച്ച് പ്രൈവസി ആവശ്യമുണ്ട്. എനിക്കും. നോ പ്രോബ്ലം, നീ കാരണമൊന്നുമല്ല. നല്ല രസമുണ്ടാവുമല്ലേ അനിയത്തിയായിട്ടുള്ള നിന്റെ ജീവിതം. നല്ല ടോർച്ചറാണ്. ചില സമയങ്ങളിൽ നന്നായിരിക്കും, ഇപ്പോഴത്തെ പോലെ. എന്റെ വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ, അച്ഛൻ, അമ്മ, ഞാൻ. എന്നാത് ശരിക്കും പോരാ, സത്യമായിട്ടും. മൈത്രി എപ്പോഴും നിന്നെ പറ്റി സംസാരിക്കാറുള്ളൂ. നല്ലതുമെല്ലാം പറഞ്ഞിട്ടുണ്ടോ? യാ, യാ. ഓ, നീ സൂപ്പർ കൂളാണ്, വെരി പ്രൊട്ടക്റ്റീവ്, ചിൽഡ് ഔട്ട് ആണ്. നിന്റെ സുകന്യയുടെ കഥ എനിക്കറിയാം. അവള് പറഞ്ഞ ഫേമസ് ഡയലോഗ്, ഞാൻ നിന്നെ വീണ്ടും പ്രേമിക്കുന്നതിനേക്കാൾ നീ എന്നെ മറക്കുന്നതാ ഈസി. അങ്ങനെയല്ലേ പറഞ്ഞത്? മൈത്രി. അതെല്ലാവർക്കും അറിയാം. എന്റെ കഥ ലോകം മുഴുവൻ അവൾ എത്തിച്ചിട്ടുണ്ടാവും. ഞാൻ പഠിച്ചതൊക്കെ ഇവിടെയാ, ചേർച്ച് പാർക്ക്. പഠിച്ചു കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും തിരിച്ച് കോലാപൂരേക്ക് പോയി സെറ്റിൽ ആവാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. എഞ്ചിനീയറിംഗ് ഒരു 4 വർഷം. അച്ഛൻ സാരമില്ല, ഉടനെ ഒന്ന് നീ ജോലിക്ക് ശ്രമിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു MBA കോഴ്സ് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുക. ചുമ്മാ ബേസിക്കായിട്ട് പറഞ്ഞ വേസ്റ്റ്. രാത്രിയൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. മോസ്റ്റ്ലി ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാ. ചിലപ്പോൾ മൈത്രിയും കൂടെ ഉണ്ടാവും. ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രിയാ. സറൗണ്ടിങ്സ് എല്ലാം ഒരു ചൂടാ, പക്ഷെ അതൊരു നല്ല ചൂടാണ് കേട്ടോ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ അത് അറിയുന്നുണ്ടോ ഇല്ലയോ? അതേടാ ഞങ്ങളും അഭിനയിക്കേണ്ടി വന്നു. ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ഷൂട്ടില് ഹീറോയിന്റെ അടുത്ത് ഞങ്ങളോട് രണ്ടുപേരോടാ നിൽക്കാൻ പറഞ്ഞത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ പോലെ അസിസ്റ്റൻസ് പറഞ്ഞ ആ ജോലിയെ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഫ്രെയിമിലൊക്കെ പിടിച്ചു നിർത്തും. ആരാ ഹീറോയിൻ? ആ, അവളെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ബെറ്ററാ. ബെറ്റർ ആണെന്നുള്ള ലിസ്റ്റിൽ നിന്നെയും കൂടെ അങ്ങ് ചേർത്തു. കഷ്ടം തന്നെ.